പ്രാചീന വിദ്യാഭ്യാസ രീതിയുടെ ചെറിയ ലാഞ്ചനങ്ങൾ ഈ പറയുന്ന ശ്ലോകത്തിൽ ഗുരു വിവരിക്കുന്നു. ലാളയേൽ പഞ്ചവർഷാണി ദശാവർഷാണി താടയേൽ പ്രാപ്തേഷു ഷോഡശേ വർഷേ പുത്രം മിത്രവത് ആചരേൽ. പുത്രനെ 5 വയസ്സുവരെ ലാളിക്കാം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ശിക്ഷിക്കാം. 10 മുതൽ 16 വയസ്സുവരെ ഉപദേശിക്കാം. 16 മുതൽ മേൽപോട്ട് സുഹൃത്തായി കണക്കാക്കാം. ഇവിടെ പ്രാചീന വിദ്യാഭ്യാസ രീതിയുടെ ചെറിയ ലാഞ്ചനകൾ ഉണ്ടെങ്കിലും ഒരു യഥാർത്ഥ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ചിത്രമില്ല. ഗുരു ചാണക്യന് സ്വയം ബോധ്യപ്പെട്ട പ്രമാണമാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത്. 5 വയസ്സുവരെ ശിശു. ഇക്കാലത്ത് മാതാപിതാക്കളുടെ ലാളന നിശ്ചയമായും കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ ഭാവിയിൽ കാണാൻ കഴിയും. 5 വയസ്സിലാണ് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. 10 വയസ്സുവരെയുള്ള ഈ ചുരുങ്ങിയ കാലം ശാസനയുടെയും ശിക്ഷയുടെയും കാലമാണ്. സാമൂഹിക നിയമങ്ങൾ പലതും അവന് ഇഷ്ടപ്പെടാത്തതായിരിക്കും. ശാസന കൊണ്ടോ ശിക്ഷ കൊണ്ടോ മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റൂ. ഇതിനുമേൽ കുമാരൻ എന്ന അവസ്ഥയാണ്. ബുദ്ധി വികസിക്കുന്ന ഈ കാലത്ത് ഉപദേശങ്ങൾ കൊണ്ട് കാര്യം സാധിക്കാം. 16 വയസ്സ് കഴിയുമ്പോൾ യൗവനത്തിലേക്ക് നോക്കുന്നു. ഇനിയുള്ള കാലം സ്വതന്ത്ര വിഹാരത്തിന് വിട്ടുകൊടുക്കേണ്ടതുമാണ്. ആധുനിക വിചക്ഷണന്മാരുടെ കാഴ്ചപ്പാടിൽ ശിക്ഷയും ശാസനയും അത്യാവശ്യമല്ല. അവരിതിനെ കഠിനമായി എതിർക്കുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിലാകട്ടെ പുത്രനെ സുഹൃത്തായി കാണാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. എങ്കിലും അത്ര പ്രായോഗികമായിരുന്നില്ല. വരമേകോ ഗുണിപുത്രോ നിർഗുണൈശ്ച ശതൈരവി ഏകശ്ചന്ദ്രസ്തമോഹന്തി നച താരാഹ സഹസ്രച. വിഡ്ഢികളായ 100 പുത്രന്മാരെക്കാൾ സമർത്ഥനായ ഒരു പുത്രനെ തന്നെ ആഗ്രഹിക്കുന്നതാണ് നല്ലത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ 1000-ഉം 10,000-ഉം ഉണ്ടല്ലോ. പക്ഷേ നിലാവ് പരക്കണമെങ്കിൽ ചന്ദ്രൻ ഉദിക്കുക തന്നെ വേണം.